ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 5 ഇൻഡിപെൻഡന്റ് ട്രയൽസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ആർ 0.4096 and 0.2048 respectively. Find the parameter P. ഇപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ 5 ഇൻഡിപെൻഡന്റ് ട്രയൽസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് n is equal to 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് തന്നിട്ടുണ്ട്. എന്താണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ടേംസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. എന്നും പിയും ആണ് 2 പാരാമീറ്റേഴ്സ്. ഇവിടെ n എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ മാത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് പി എന്ന് പറഞ്ഞ പാരാമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF നമുക്ക് ആദ്യം എഴുതാം. ദ PMF ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ f of x is equal to, നമ്മൾ എന്നും പി ആണിച്ച് നമ്മൾ എങ്ങനെ എഴുതും? NCx p raised to x q raised to n minus x. x എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n അല്ലേ. അപ്പോൾ ഇതിലത്തെ ടേംസ് എന്ന് പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം വരുന്നത്, എക്സ് 1 ആകുമ്പോൾ സെക്കൻഡ് ടേം, എക്സ് 2 ആകുമ്പോൾ തേർഡ് ടേം. അങ്ങനെ കിട്ടുന്നതിനെയാണ് ടേംസ് ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്നിനോട് 5 കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മളെ കേസിൽ എഫ് ഓഫ് എക്സ് എന്താണ്? എന്നിൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 5cx p raised to x q raised to 5 minus x. അപ്പോൾ x is equal to 0, 1, 2, 3 up to 6 up to 5 അല്ലേ. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എത്ര ടേംസ് ഉണ്ട്? എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ് ടേം ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഓരോ പ്രോബബിലിറ്റികളെയാണ് നമ്മൾ ഓരോ ടേംസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, എഫ് ഓഫ് 2 ഇസ് ദ തേർഡ് ടേം, എഫ് ഓഫ് 4 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം ആണ്, എഫ് ഓഫ് 5 എന്ന് പറയുന്നത് സിക്സ്ത് ടേം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേമുകൾ പോകുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ഫസ്റ്റും സെക്കൻഡ് ടേംസും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് ശരിക്ക്? 5 എഫ് ഓഫ് 0 ആണ്. അപ്പം 5c0 p raised to 0 q raised to 5 minus 0 ആണ്. 5c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. p raised to 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? q raised to 5. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? q raised to 5 എന്ന് കിട്ടി. അതേമാതിരി ഇപ്പോൾ സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് 1 ആണ് അല്ലേ. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 5c1 p raised to 1 q raised to 5 minus 1 എന്ന് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്, p ഇൻറ്റു q raised to 5 minus 1 എന്ന് പറഞ്ഞാൽ q raised to 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്താണ് എന്ന് മനസ്സിലായി, q raised to 5 ആണ്. ആൻഡ് സെക്കൻഡ് ടേം 5p ഇൻറ്റു q raised to 4 ആണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്, 0.4096 എന്നും സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 0.2048 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ ഇൻ ടേംസ് ഓഫ് q തന്നത് q raised to 5 എന്ന് പറയുന്നതാണ് 0.4096. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5pq raised to 4 ആണ് അല്ലേ. 5pq raised to 4 ആണ് നമ്മളെ സെക്കൻഡ് ടേം. അത് നമുക്ക് കിട്ടിയത് 0.2048 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് p കണ്ടുപിടിക്കാൻ. q എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 മൈനസ് p ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടിനെയും കൂടി നമുക്ക് ഡിവൈഡ്, ഇതിന് 1 എന്ന് കൊടുക്കാം, ഇതിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ഞാൻ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്നു, കാരണം കുറേ എണ്ണം ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ളത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ q raised to 5 ഡിവൈഡഡ് ബൈ 5p q raised to 4. That is equal to 0.4096 divided by 0.2048. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ q raised to 5 divided by 5q raised to 4. അപ്പോൾ ഇവിടെ q raised to 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എന്ത് വരും? q മാത്രം വരും. അപ്പോൾ നമുക്കറിയാം q by 5p is equal to 2 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഓർ ഇത് നമുക്ക് എന്ത് പറയാം? q by p
is equal to 5 അങ്ങോട്ട് കൊണ്ടുവരിക q by p എന്ന് പറഞ്ഞാൽ 10 ആണ്. or q is equal to 10p എന്ന് പറയും. അപ്പോൾ what is q? q എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? q എന്ന് പറഞ്ഞാൽ 1 minus p ആണ്. 1 minus p is equal to 10p എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. or 1 is equal to, ഇവിടെ മൈനസ് പിനെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, 10p plus p. or 10p plus p എന്ന് പറഞ്ഞാൽ എത്രയാ? 11p. that is equal to 1 നമുക്ക് എഴുതാം. or what is p? p is equal to 1 by 11. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. For a binomial distribution with n is equal to 6, the third term is 9 times the fifth term. Find the parameter p. ഇപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, n 6 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് f of x എഴുതാം. f of x is equal to ncx. അപ്പോൾ 6cx p raised to x q raised to n minus x. Here it is 6 minus x. x എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 0, 1, 2, 3 up to 6. അപ്പോൾ ഇവിടെ 7 ടേമുകളാണ് ഉണ്ടാവുക. f of 0, f of 1, f of 2 അങ്ങനെ പറഞ്ഞിട്ട് f of 6 വരെ ഇവിടെ 7 ടേമുകളാണ് ഉണ്ടാവുക. അതിൽ നമുക്ക് തേർഡ് ടേമും 9 ടേമും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതൊക്കെയാണ് ടേം? ഫസ്റ്റ് f of 0, സെക്കൻഡ് f of 1, തേർഡ് f of 2, ഫോർത്ത് f of f of 2 ആണ്, തേർഡ് f of 3, ഫിഫ്ത്ത് f of 4, സിക്സ്ത് f of 5, സെവൻത്ത് ടേം f of 6. ഇങ്ങനെ 7 ടേമുകളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ടത് തേർഡ് ടേമും ഫിഫ്ത്ത് ടേമുമാണ്. അപ്പോൾ എന്താണ് തേർഡ് ടേം? f of 2 ആണ്. ഫിഫ്ത്ത് ടേം എന്താണ്? f of 4 ആണ്. അല്ലേ? അപ്പോൾ നമുക്ക് f of 2 എന്താണ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ തേർഡ് ടേം. തേർഡ് ടേം ആണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. തേർഡ് ടേം ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് f of 3. ദാറ്റ് ഈസ് 6c f of 3 അല്ല, f of 2 ആണ് തേർഡ് ടേം അല്ലേ? f of 2. അപ്പോൾ 6c2 p raised to 2 q raised to 6 minus 2. ദാറ്റ് ഈസ് 6c2 എന്ന് പറഞ്ഞാൽ 15 ആണ് വരുന്നത്. 15 p raised to 2 q raised to 4 എന്നാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. അതേമാതിരി നമുക്ക് ഫിഫ്ത്ത് ടേം ആണ് എഴുതാൻ പോകുന്നത്. ഫിഫ്ത്ത് ടേം ഏതാണ്? f of 4 ആണ്. അപ്പോൾ f of 4 നമുക്ക് നോക്കുമ്പോൾ 6c4 p raised to 4 q raised to 6 minus 4 എന്ന് വരും. 6c4 എന്ന് പറയുന്നത് 15 ആണ്. അഗെയിൻ p raised to 4 q raised to 2. ഇങ്ങനെയാണ് തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും വരുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തേർഡ് ടേം ഇസ് 9 times the fifth term. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 15 p square q raised to 4. That is 9 times the fifth term. Fifth term is 15 p raised to 4 q raised to 2. ഇങ്ങനെ നമ്മൾ എഴുതി. നമുക്കിനി കുറേ കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. 15ഉം 15ഉം പോയി. ഇവിടെ p സ്ക്വയറും p raised to 4ഉം പോയാൽ ഇവിടെ p സ്ക്വയർ വരും. ഇവിടെ q സ്ക്വയർ ഉണ്ട്. ഇവിടെ q സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ ഇവിടെ q raised to 2 വരും. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ബാക്കി? q raised to 2 is equal to 9p സ്ക്വയർ. ഇതാണ് നമുക്ക് വരുന്നത്. അതായത് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 9p സ്ക്വയർ എന്ന് വന്നിരിക്കുന്നു അല്ലേ? നമുക്ക് p ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ qനെയും നമുക്ക് pയുടെ ടേംസിൽ എഴുതാം. വാട്ട് ഈസ് q? 1 minus p ആണ് q. അപ്പം 1 minus p ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9p സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ a minus b ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. അപ്പം a സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് p സ്ക്വയർ b സ്ക്വയർ മൈനസ് 2ab 2 into 1 into p. അപ്പോൾ 2p എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9p സ്ക്വയർ. അല്ലെങ്കിൽ p സ്ക്വയറിൻ്റെ ടേം നമുക്ക് എല്ലാം p സ്ക്വയറിൻ്റെ ടേമും എല്ലാ ടേമുകളും നമ്മൾ അങ്ങോട്ടേക്ക് കടത്തുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 0 is equal to 9p സ്ക്വയർ. ഇവിടെ മൈനസ് p സ്ക്വയർ ഉണ്ട്. ഈ മൈനസ് 2p അങ്ങോട്ട് പോകുമ്പം 2p പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പം -1. അല്ലെങ്കിൽ 9p സ്ക്വയർ മൈനസ് p സ്ക്വയർ ഇസ് 8p സ്ക്വയർ പ്ലസ് 2p മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ax സ്ക്വയർ പ്ലസ് bx
പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇവിടെ എയുടെ സ്ഥാനത്ത് എന്ത് വന്നിട്ടുണ്ട്? 8 വന്നിട്ടുണ്ട്. ബിയുടെ സ്ഥാനത്ത് 2 വന്നിട്ടുണ്ട്. സിയുടെ സ്ഥാനത്ത് -1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഇസ് ഈക്വൽ ടു മൈനസ് ബി, ദറ്റ് ഇസ് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 8, which is equal to -2 plus or minus root of 4, ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, 4 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. ഓർ ദിസ് ഇസ് -2 പ്ലസ് ഓർ മൈനസ് 6 റൂട്ട് ഓഫ് 36 എന്ന് വരും. 6 വന്നു ബൈ 16. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം -2 പ്ലസ് 6 ബൈ 16 വരും. അതായത് 4 ബൈ 16, 1/4 വരും. അല്ലെങ്കിൽ -2 -6 -8 ബൈ 16, അതായത് -1/2 എന്നും വരും. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോബബിലിറ്റി. അതൊരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പോൾ ആൻസർ എന്താണ്? 1/4. നമുക്ക് പറയാം ഹിയർ പി ഇസ് ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഫ്രം എ പ്രൊഡക്ഷൻ പ്രോസസ് വിച്ച് ടേൺസ് 5% defective on an average, a sample of 10 is drawn. Find the probability that the sample contains no defective, at most 1 defective, at least 1 defective. അപ്പോൾ നമ്മളൊരു സാമ്പിളിൽ 5% ഐറ്റംസ് ഡിഫക്റ്റീവ് ആണ്. ബാക്കിയുള്ള ഐറ്റംസ് അത്ര 95%. അപ്പോൾ എന്തായിരിക്കും? നോൺ ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് ആ ഒരു സാമ്പിളിലുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടാക്കുന്നതിൽ, അല്ലേ? അപ്പം 2 പോസിബിലിറ്റിയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. ഡിഫക്റ്റീവ് ആവാം, നോൺ ഡിഫക്റ്റീവ് ആവാം. ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നതാണ് ഡിഫക്റ്റീവ് ആവുന്നത്. ഫെയിലിയർ എന്ന് പറയുന്നതാണ് ഈ കേസിൽ നോൺ ഡിഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതായത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി 5/100 ആണ്. ദറ്റ് ഈസ് 0.05. അങ്ങനെയാണെങ്കിൽ ഡിഫക്റ്റീവുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, സക്സസ്സുകളുടെ എണ്ണം എന്ന് പറയുന്ന മാതിരി അത് ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ n, p. ഇവിടെ എത്രയാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്? 10 സൈസുള്ള സാമ്പിളാണ് എടുക്കുന്നത്. വിത്ത് p ഇസ് ഈക്വൽ ടു 0.05. അങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10cx. n 10 ആണ്. അപ്പോൾ 10cx p raised to x 0.05 raised to x q raised to 0.95 raised to 10 minus x. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ ഡിഫക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുന്നു. 10c 0, 0.05 raised to 0, 0.095 raised to 10 minus 0. ഇതാണ് വരാൻ പോകുന്നത്. 10c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0.05 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? 1 into 0.95 raised to 10 ആണ് വരുന്നത്. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എറ്റ്മോസ്റ്റ് 1 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ കൂടിയത് 1, അപ്പം 1 അതിൽ കുറവോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് ഡിഫക്റ്റീവുകൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നു. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ദറ്റ് ഈസ് 10c0, 0.05 raised to 0, 0.95 raised to 10 minus 0 എന്ന് വന്നു. ഇവിടെ അതുമാതിരി പ്ലസ് ഇവിടെ വരുമ്പോഴോ 10c1, 0.05 raised to 1, 0.95 raised to 10 minus 1 എന്ന് വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1, ചുരുങ്ങിയത് 1 ആണെന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.
പക്ഷെ അതിനെക്കാട്ടും നല്ലത് നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് എഴുതുകയാണെന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 0.95